നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. കൊൽക്കത്തയിലെ അക്രോപോളിസ് മാളിൽ വൻ തീപിടുത്തം, നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി ആശങ്ക. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കൊൽക്കത്തയിലെ ഒരു മാളിൽ വൻ തീപിടുത്തമുണ്ടായത്. നിരവധി പേർ അകത്ത് കുടുങ്ങിക്കിടക്കുന്നതായി ആശങ്കയുണ്ട്. കൊൽക്കത്തയിലെ അക്രോപോളിസ് മാളിലാണ് തീപിടുത്തമുണ്ടായത്. മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് 10 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈറ്റിലേക്കുള്ള യാത്രാനുമതി നിഷേധിച്ചതിൽ കേന്ദ്ര സർക്കാരിന് വിമർശനം. കുവൈറ്റിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ആരോഗ്യമന്ത്രി വീണ ജോർജിനുള്ള യാത്രാനുമതി അവസാന നിമിഷം കേന്ദ്ര സർക്കാർ നിഷേധിച്ചതിൽ വിമർശനം. കേരളത്തോട് ഇത് വേണ്ടായിരുന്നു. വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വെച്ചാണ് വിദേശകാര്യ മന്ത്രാലയത്തിന് അപേക്ഷ നൽകിയത്. വീണ ജോർജ് പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി 9:40 വിമാനത്തിൽ പോകാൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയെങ്കിലും യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെ 9:30 മന്ത്രി ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങുകയായിരുന്നു. റോജി എം ജോൺ MLA വിവാഹിതനാകുന്നു. കാലടി മാണിക്യമംഗലം പുളിയേലിപ്പടിയിൽ കോലഞ്ചേരി വീട്ടിൽ പൗലോസ് ലിസി ദമ്പതികളുടെ മകൾ ലിപ്സിയാണ് വധു. ഇന്റീരിയർ ഡിസൈനറാണ് ലിപ്സി. അടുത്ത ആഴ്ച വിവാഹ നിശ്ചയവും തുടർന്ന് വിവാഹവും നടക്കും. അനാവശ്യമായി CPM ആളുകളുടെ മേലെ ചെളിവാരി എറിയുന്നു. മകനെതിരെ അന്വേഷണത്തിൽ തിരുവഞ്ചൂർ. ബാർക്കോഴ ആരോപണത്തിൽ സാമ്പത്തിക ഇടപാട് അന്വേഷിക്കാതെ സംസ്ഥാന സർക്കാർ ആവശ്യമില്ലാത്ത തലത്തിലേക്ക് അന്വേഷണം മാറ്റുകയാണെന്ന് കോൺഗ്രസ് നേതാവും കോട്ടയം MLAയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മകനെ ബാർക്കോഴയിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനുള്ള മറുപടി മകൻ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമില്ലാതെ CPM ആളുകളുടെ മേൽ ചെളിവാരി എറിയുകയാണ്. ബാർ ഉടമകളുടെ ഇടുക്കി പ്രസിഡന്റ് അനുമോൻ കോട്ടയം ഒരു CPM നേതാവിന്റെ ബന്ധുവാണ്. തന്റെ മകൻ അർജുന് ആ സംഘടനയുമായോ വാട്സപ്പ് ഗ്രൂപ്പുമായോ ഒരു ബന്ധവുമില്ലെന്നും തിരുവഞ്ചൂർ കോട്ടയത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 9 വരെ നടക്കുമെന്ന് റിപ്പോർട്ട്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ജൂലൈ 22 ആരംഭിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഓഗസ്റ്റ് 9 വരെ സമ്മേളനം തുടരാനാണ് സാധ്യത. 2024-2025 സമ്പൂർണ്ണ ബജറ്റ് മൺസൂൺ സെഷനിൽ സർക്കാർ അവതരിപ്പിക്കാനും സാധ്യതയുണ്ട്. ജൂൺ 17 ധനമന്ത്രാലയം വിവിധ മന്ത്രാലയങ്ങളുമായും പങ്കാളികളുമായും പ്രീ കൺസൾട്ടേഷൻ ബജറ്റ് മീറ്റിംഗുകൾ ആരംഭിക്കും. ശക്തമായ മഴയ്ക്ക് സാധ്യത. അടുത്ത 5 ദിവസം യെല്ലോ അലർട്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.